ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംനാസ് നോട്ട്ബുക്ക്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വളരെ ഇഷ്ടപ്പെടും എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 500 ഗ്രാം ചെമ്മീൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് തോടൊക്കെ കളഞ്ഞ് തലയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് ഇത് ഏതാണ്ട് ഒരു 400-450 ഗ്രാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കറിച്ചട്ടി എടുത്തു. ഈ ചട്ടിയിലേക്ക് നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി എടുത്ത ചെമ്മീനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആ ചെമ്മീൻ്റെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ തന്നെ നല്ല എരിവുള്ള മുളക് പൊടി, അതും കൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതിയാവും, ഒരുപാട് ഉപ്പ് ചേർക്കണ്ട. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തത്, അതൊരു 1 ടേബിൾ സ്പൂൺ മതി, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുത്തതാണ്, അതും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കൊടംപുളി ചേർത്ത് കൊടുക്കണം. പുളിക്ക് വേണ്ടിയിട്ടേ നല്ലതുപോലെ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു 2 കൊടംപുളിയാണ്. അത് ഞാൻ നമ്മുടെ പുളി അനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ചേർക്കാനായിട്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ, 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഗ്യാസിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ കൊഞ്ചൊന്ന് വെന്ത് വരണം. നമ്മുടെ ചെമ്മീൻ ഒന്ന് വെന്ത് വരുന്ന ആ ഒരു പാകത്തിലേക്ക് ഞാൻ ഇത് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലത്തെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഒരു സവാള അരിഞ്ഞത്. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ നമ്മൾ ചെമ്മീൻ വേവിക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. ഇതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു 10 ചെറിയ ഉള്ളി അത് തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എപ്പോഴും നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ചെമ്മീൻ റോസ്റ്റിന്. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഏതാണ്ട് ഇതൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടേ വഴറ്റുള്ളൂ കേട്ടോ. അത്യാവശ്യം ഒന്ന് വഴണ്ട് വരണം. എന്നിട്ട് ഇനി ഒരു കാര്യം മറന്നുപോയി, പച്ചമുളക്, ഒരു പച്ചമുളകാണ്, ഒരു ചെറിയ പച്ചമുളക് ഞാൻ അരിഞ്ഞിതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സവാള ഒന്ന് വഴണ്ട് വരണം, അതിനുശേഷം മാത്രമേ പൊടികൾ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മുളക് പൊടി, അതെന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുരുമുളക് ചതച്ചത്, അത് ഏതാണ്ട് 1/2 ടീസ്പൂണോളം കുരുമുളക് ചതച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് കൂട്ടാം. ഇവിടെ പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ഒരുപാട് എരിവ് ഇടാത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവായിരിക്കും എപ്പോഴും നല്ല ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും എല്ലാം ഒന്ന് മാറുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. അത്യാവശ്യം ഇതൊന്ന് വെന്ത് വരുമ്പം, അതായത് വെന്ത് വഴണ്ട് ഒന്ന് കുഴഞ്ഞു വരണം, നല്ലോണം കുഴഞ്ഞു വരണ്ട, എന്നാൽ ഈ ഒരു പരുവമൊക്കെ ആവുമ്പം നമുക്കിനി നമ്മുടെ ചെമ്മീൻ എന്തായെന്ന് നോക്കിയാലോ. അപ്പം നമ്മുടെ ചെമ്മീൻ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരല്പം വെള്ളം പോലെ ഇതിനകത്തേക്കുള്ളൂ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കിനി ഈ ചെമ്മീനെല്ലാം കൂടി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ഒരല്പമുള്ള ആ ഒരു ഗ്രേവിയും കൂടെ ചേർത്ത് ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നന്നായിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കാം. അത്യാവശ്യം ഡ്രൈ റോസ്റ്റ് വേണ്ടവർക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇനി അതല്ല സെമി ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് വെള്ളം വറ്റിച്ചെടുക്കണ്ട. എന്നിട്ട് അല്പം കറിവേപ്പിലയും കൂടെ മുകളിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതൊന്ന് വഴറ്റി കൊടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇനി ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ ചെമ്മീൻ റോസ്റ്റ് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഏതാണ്ട് ഒന്ന് വഴറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മുടെ സൈഡിൽ മാത്രമേ ചേർക്കാറുള്ളൂ, പക്ഷേ അത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്.
അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള യമ്മി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് പറയാൻ മറക്കരുത്. അതുപോലെ സിംനാസ് നോട്ട്ബുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.